നമസ്കാരം മാന്യപ്രേക്ഷകരെ. നോക്കൂ, നമ്മൾക്കറിയാം CK വിനീത് എന്ന് പറയുന്ന ഒരു ഫുട്ബോളർ. അദ്ദേഹത്തെ സത്യത്തിൽ കഴിഞ്ഞ ദിവസം മുതലാണ് മലയാളികളടക്കമുള്ള അതല്ലെങ്കിൽ എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞത് എന്ന് പറയേണ്ടതുണ്ട്. ഇയാൾ ശരിക്ക് ഒരു ആവറേജ് കേരളത്തിലെ ഒരു ഹിന്ദുവിന്റെ പ്രതിനിധിയാണ്. അത് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ആണെങ്കിലും അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് ഈ CK വിനീത് എന്ന് പറയുന്ന ആരും അറിയാത്ത, എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അയാൾ എല്ലാവരും അറിയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, കേരളത്തിൽ ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഹിന്ദുവിന്റെ തലയിൽ കയറി ആരാണോ നിരങ്ങുന്നത് അവർക്ക് കൂടുതൽ പ്രമോഷൻ കൊടുത്ത് അവർ അറിയപ്പെടുക, അവർ വലിയ പറയുന്നതെല്ലാം വലിയ മഹത് വചനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രത്യേക ട്രെൻഡ് ഈ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നുണ്ട്. എന്നാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ ഹിന്ദുത്വത്തിനെതിരെ അതല്ലെങ്കിൽ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ആ മിണ്ടുന്നവന് കിട്ടേണ്ടത് കൊടുക്കാൻ നട്ടെല്ലുള്ള ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് അവിടങ്ങളിൽ ഒന്നും കാണാൻ പറ്റില്ല. ആകെ കാണാൻ കഴിയുക ഈ പാവയ്ക്ക വലുപ്പത്തിലുള്ള ദൈവത്തിന്റെ നാടായിരുന്ന, അതെന്ന് പറയണം ആയിരുന്ന, ഇന്ന് ചെകുത്താന്മാർക്ക് കീഴടക്കിയ ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി മാറിയിട്ടുള്ള ഈ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക അവസ്ഥ. ആ അവസ്ഥ തന്നെയാണ് ഒരു മനുഷ്യനും അറിയാതിരുന്ന CK വിനോദിനെ കഴിഞ്ഞ ദിവസം മുതൽ നാട്ടുകാർ ഒന്നടങ്കം അറിഞ്ഞത്. അയാൾ പറഞ്ഞത് മറ്റൊന്നുമല്ല, കുംഭമേളയ്ക്ക് ഞാൻ പോയിരുന്നു, പക്ഷെ ആ വെള്ളം കണ്ടപ്പോ എനിക്ക് കുളിക്കാൻ തോന്നിയില്ല, വട്ടച്ചൊറിയായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവൻ കുംഭമേള ആ വലിയ പുണ്യ സ്നാനമുണ്ടല്ലോ, അപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഒരുപാട് കോടിക്കണക്കിന്, ഏകദേശം 60 കോടിക്ക് അടുത്തുള്ള ആളുകളാണ് അനൗദ്യോഗിക കണക്ക് പ്രകാരം വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗിക കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ, അത് 26-ാം തീയതിക്ക് ശേഷമേ പുറത്തു വരികയുള്ളൂ. മാത്രമല്ല ഏകദേശം 6000 കോടിക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ട് അവിടത്തെയുള്ള എല്ലാ പ്രാഥമിക സൗകര്യം അവിടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ മലയാള മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന വാർത്തകൾ വായിച്ചിരിക്കുന്ന മാക്രി കുഞ്ഞുങ്ങൾക്കും അന്തം കമ്മികൾക്കും ഈ പറയുന്ന കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിലുള്ള കുറെ അന്തം കൊങ്ങികളുമുണ്ട്. ഇവർക്കൊക്കെ, പിന്നെ ഇസ്ലാമിക ജിഹാദികളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവർക്കൊക്കെ ഈ മാധ്യമങ്ങൾ നൽകുന്ന ഈ പൊടിപ്പും തുങ്ങലും വെച്ച വാർത്തകൾ കണ്ട് ഇങ്ങനെ കോൾമയിർ കൊള്ളുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം ഒരു രാജ്യത്തിന്റെ 1/3 ജനസംഖ്യ, ആ ജനസംഖ്യ ഒരു ഏകദേശം 50-60 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രയാഗ്രാജിൽ വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് തന്നെ അത്ഭുതമാണ്. അത് ഒരു കമ്മ്യൂണിറ്റിക്കും ചെയ്യാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ 1/3 ജനസംഖ്യയാണ് എന്ന് ഓർക്കണം. 1/1 എന്ന് പറയില്ല, അതിലും അധികമാണ്, 1/1 ആ 2 ഇല്ലതാനും, എന്നാൽ 1/1 കൂടുതലാണ് താനും. ഇത്രയും വന്ന ജനസംഖ്യ അവിടെ ചേരുന്നതിലെ അസൂയ അന്തം കമ്മികളെയും അന്തം കൊങ്ങികളെയൊന്നും ഇസ്ലാമിക ജിഹാദികളും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ആരും അറിയാതിന്, ഇപ്പൊ നമ്മൾക്കറിയാം എത്രയോ ഫുട്ബോളർമാർ നമ്മളെ കടന്നു പോയിട്ടുണ്ട്. സത്യൻ അടക്കമുള്ള, അതല്ലെങ്കിൽ ഇന്നും നമ്മുടെ IM വിജയൻ സാർ അടക്കമുള്ള, പാപ്പച്ചൻ അടക്കമുള്ള ഒരുപാട് ഫുട്ബോളർമാർ കേരളത്തിൽ നിന്ന് ഈ ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ വെറും ഒരു മഞ്ഞക്കുപ്പായിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ ഇട്ടാവട്ടെ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഊള അത്ര മാത്രമേ ഈ ചങ്ങാതിയെ, ഈ വിനീതിനെ ഞാൻ കാണുന്നുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ എവിടെയും എത്താതെ ഇട്ടാവട്ടത്തിൽ തന്നെ തിരിച്ചു വന്നത്, ഈ ചെറുപ്രായത്തിൽ തന്നെ ഒന്നും ആവാതെ തിരിച്ചു വന്നത്. അഹങ്കാരവും ധാർഷ്ട്യവും പിന്നെ ഉള്ളത് ഈ ഒരു വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പേറുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കി സംസ്കാരമാകുമ്പോൾ ഇവനൊക്കെ തിരിച്ചിങ്ങനെ എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഇവൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ കുറച്ചൊക്കെ കേന്ദ്രത്തെ നരേന്ദ്രമോദിജിയൊക്കെ സുഖിപ്പിച്ച് കുറെ സംസാരിച്ചിരുന്നു. പക്ഷെ സുഖിപ്പീരുകാർക്ക്, അതല്ലെങ്കിൽ ഈ പ്രാഞ്ചി ഏട്ടന്മാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവം അന്നും ഇന്നും മോദി സർക്കാരിന് ഇല്ലാത്തത് കൊണ്ട് എച്ചിലുകളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ്, ഇനി ഞമ്മന്റെ ഇവിടെ കേരളത്തിൽ വന്നുകൊണ്ട് പിണറായി തമ്പുരാന്റെ ചെരുപ്പ് വേണേ നക്കിക്കോളാം, ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം വേണേ നക്കിക്കോളാം, എങ്ങനെയും വേണ്ടില്ല, എന്നെ 4 ആൾ അറിയും വേണം, 10 ഉറുപ്പിക കിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ് കുംഭമേളയിൽ കുളിച്ചു കഴിഞ്ഞാൽ വട്ടച്ചൊറി ഉണ്ടാവുമെന്നും പറഞ്ഞു വന്ന ഈ ഊളയുടെ ഈ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ ആ ഭാഷ തന്നെ ഇവനോട് ഉപയോഗിക്കേണ്ടതുണ്ട്. ഏതായാലും ശ്രീജിത്ത് പണിക്കർ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടിട്ട് നമുക്ക് ഓടിപ്പാഞ്ഞ് തിരിച്ചു വരാം. കുംഭമേളയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹിച്ചത്. എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. ഒരു ഈ പറയുന്ന 40 കോടി 50 കോടി അല്ലെങ്കിൽ അവരെ whatever numbers, ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസാൻ ഗംഗയിൽ അമൃതുണ്ടാവുന്നു, നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കുളിച്ച്
കുളിച്ചിട്ട് ചൊടി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും നമസ്കാരം. ഇനി മറുപടി. മാതൃഭൂമി പങ്കെടുത്ത് പഴയ ഇന്ത്യൻ ഫുട്ബോളറായിരുന്ന ശ്രീ CK വിനീത് കുംഭമേളയെ കുറിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അതിന്റെ വീഡിയോ മാതൃഭൂമി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൈറലായിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ കമന്റുകൾ ഇടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കുംഭമേള എന്നത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമായി തോന്നിയിട്ടില്ല എന്നാണ്. അദ്ദേഹം അവിടെ ഇത്തവണ പോയിരുന്നു, പങ്കെടുത്തു. പക്ഷേ അത് ഒരു ആൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ട് എന്ന് തോന്നിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറേയധികം ഫോട്ടോകൾ കുംഭമേളയുടേത് ഷെയർ ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ആ ചടങ്ങുകളെ കുറിച്ച്, ആരാധനയെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ പുകഴ്ത്തി പ്രശംസിച്ചാണ് അദ്ദേഹം ഇതിനെല്ലാം തന്നെ ക്യാപ്ഷനുകൾ ഇട്ടിരുന്നത് എന്നത് അദ്ദേഹം തന്നെ മറക്കാൻ പാടില്ല. അവിടുത്തെ വെള്ളം വളരെ മോശമാണ്, വൃത്തികെട്ട വെള്ളമാണ്, അതുകൊണ്ട് അതിൽ കുളിച്ചാൽ ചൊറി പിടിക്കും എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുളിച്ചില്ല എന്നാണ്. അദ്ദേഹം കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ചെയ്തത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള മറുപടി അർഹിക്കുന്ന പ്രസ്താവനയല്ല. പക്ഷെ ഇതിൽ വലിയൊരു തമാശയുണ്ട്. വേണമെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പങ്കെടുത്ത് അമൃത സ്നാനം ഒക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനല്ലാതെ മറ്റെന്ത് കാര്യത്തിനാണ് ശ്രീ വിനീത് അവിടെ ഭക്തരായിട്ടുള്ള ആൾക്കാർ പോകുന്നത്? അവരവിടെ പോകുന്നത് കുംഭമേളയിൽ പങ്കെടുക്കുക, അമൃത സ്നാനം നടത്തുക, തിരിച്ചു പോരുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. അതല്ലാതെ ഇതൊരു വാട്ടർ തീം പാർക്ക് ഒന്നുമല്ല. നിങ്ങൾക്ക് അവിടെ പോയി ആസ്വദിക്കുന്നതിനും അടിച്ചു പൊളിക്കുന്നതിനും ഒന്നുമുള്ള സ്ഥലമല്ലത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ഈ പാരമ്പര്യത്തിലെല്ലാം തന്നെ വളരെ കൗതുകമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അവിടെ പോകാവുന്നതാണ്. വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും അവിടെ പോകുന്നുണ്ട്. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള നിരവധി ആൾക്കാരാണ് അവിടെ എത്തുന്നത്. എന്തായാലും 50 കോടിയിലധികം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന കണക്കാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. അതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള കണക്കാണ് ആക്ച്വലി അവിടെ വന്നിരിക്കുന്ന ഫുട്ഫോൾസ് എന്നാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേളയിലേക്ക് ആൾക്കാർ പോകുന്നത് പല താല്പര്യത്തിലാകും. എന്നാലും പ്രധാനമായിട്ടും കുംഭമേള വിശ്വാസികൾക്കുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിനെ, പാരമ്പര്യത്തിനെ, സനാതന ധർമ്മത്തിനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പോകുന്ന ആൾക്കാർ അവിടെ സ്നാനം ചെയ്ത് മടങ്ങുന്നത്. ഇനി ഈ അഭിപ്രായം എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ശ്രീ വിനീതിനുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയാണ് എനിക്ക് അതിൽ ഏറ്റവും മറുപടി അർഹിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് അവിടെ പോയി കുളിക്കാൻ തോന്നിയില്ല, കാരണം അതിൽ കുളിച്ചിട്ട് ചോറി പിടിപ്പിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നാണ്. അതായത് ഗംഗ വളരെ മലിനമാണ്, അങ്ങനെ മോശമായിട്ടുള്ള വെള്ളമാണ് അവിടെ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ വെള്ളത്തിൽ പോയി മുങ്ങി തനിക്ക് ശരീരസുഖം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടോ അസുഖം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ താല്പര്യമില്ല എന്ന മട്ടിലാണ് ശ്രീ വിനീത് അവിടെ അഭിപ്രായം പറയുന്നത്. ഇത് കേട്ടാൽ തോന്നുക അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്ന ഒരാളായിരിക്കും എന്നാണ്. അതല്ല എങ്കിൽ നമ്മൾ മലയാളികൾ അങ്ങനെ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്താണ് കഴിയുന്നത് എന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുദ്ധമായ ജലം മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും കുടിക്കുകയും കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ആ ധാരണ തെറ്റാണ് എന്ന് വസ്തുതാപരമായിട്ട് അദ്ദേഹത്തിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നുണ്ട്, അവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം മലിനപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ആൾക്കാരുടെ സുരക്ഷിതത്വത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ആരും ഒലിച്ചു പോകാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി അവിടെ കുറേയധികം വാട്ടർ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ആ വാട്ടർ ബാരിക്കേഡുകൾ ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ലഭ്യമായിരിക്കുന്ന വെള്ളത്തിൽ മാത്രമേ ആൾക്കാർക്ക് സ്നാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റാഗ്നന്റ് ആകാൻ സാധ്യതയുള്ള വെള്ളം അവിടെയുണ്ട്. പിന്നെ പുഷ്പങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവിടെ ആൾക്കാർ ഉപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൂജയുടെ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ നിമജ്ജനം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിനുള്ളിലുള്ള വെള്ളത്തിന് മറ്റ് പ്രദേശങ്ങളിലുള്ള ഗംഗയുടേത് പോലെയുള്ള ഫ്രീ ഫ്ലോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ ആൾക്കാരുടെ സുരക്ഷയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഗംഗയിൽ മാത്രമാണ് മാലിന്യം എന്നോ നമ്മുടെ നാട്ടിലുള്ള നദികളിൽ ഒന്നും തന്നെ മാലിന്യമില്ല എന്നോ ഒക്കെ ധരിക്കുന്നത് വലിയ വിഡ്ഢിത്തമായിരിക്കും. കാരണം കേരളത്തിൽ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയിരിക്കുന്ന പല പഠനങ്ങളിലും നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്ന കുടിവെള്ളത്തിലടക്കം ഈക്കോളി പോലെയുള്ള ബാക്ടീരിയകളുടെ പ്രസൻസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണക്ക് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് അന്ന് ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ വിസർജ്യത്തിലൊക്കെ കാണുന്ന ഈക്കോളി ബാക്ടീരിയ എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലുള്ള പല നദികളിലും ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പഠനമാണ്. ലോകാരോഗ്യ സംഘടനയുടെ പല കണക്കുകൾ പ്രകാരം ഈക്കോളി ബാക്ടീരിയ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ 0 എന്നാണ്. 10 മുതൽ അല്പം മുകളിലേക്കാണെങ്കിൽ അത് മീഡിയം ലെവലിൽ ആണെന്നാണ്. എന്നാൽ 100 മുകളിലാണെങ്കിൽ അത് അനാരോഗ്യമാണ്, അത് അങ്ങേയറ്റം അപകടകരമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പോൾ ഓർക്കുക, 100 താഴെ നിൽക്കുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇവിടെ വെള്ളം ചെക്ക് ചെയ്തിരിക്കുന്ന നിരവധി സാമ്പിളിംഗ് പോയിന്റുകളുണ്ട്. അതിൽ എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് എടുത്തിരിക്കുന്ന സാമ്പിളിൽ 100 മില്ലി വെള്ളത്തിൽ ഉണ്ടായിരുന്നത് 7000 മുതൽ 7900 വരെയാണ് ഈക്കോളിയുടെ അളവ്. ഓർക്കണം, 100 അനുവദനീയമായിട്ടുള്ള പരമാവധി ലിമിറ്റ്. അവിടെയാണ് കേരളത്തിൽ ഏലൂരിൽ നിന്നുള്ള വെള്ളം 7900 വരെ എത്തിയിരിക്കുന്നത്. ഇത് പെരിയാറിന്റെ കാര്യമാണ് എന്നോർക്കണം. ഇനി അടുത്തത് വേമ്പനാട്ട് കായലിൽ നിന്ന് അവരെടുത്തിരിക്കുന്ന സാമ്പിളിൽ ഇതേപോലെ തന്നെ 7000 മുതൽ 7900 വരെയുണ്ട്. ഭൂതത്താൻകെട്ടിൽ ഇത് 170 വരെയാണ്. ഇടമലയാറിൽ മാത്രമാണ് 49 എന്നൊരു അപ്പർ ലിമിറ്റിൽ വന്ന് നിൽക്കുന്നത്. പാതാളത്ത് 5400 വരെയുണ്ട്. കളമശ്ശേരിയിൽ 3200 വരെ, പരുപ്പള്ളിക്കടവിൽ 220 വരെ, ബ്രഹ്മപുരത്ത് 920 വരെ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പെരിയാറിൽ അല്ലെങ്കിൽ അതിന്റെ ട്രിബ്യൂട്ടറീസിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ ഇത്രത്തോളം വലിയ അളവിൽ ഈക്കോളി ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെയാണ്. ഇനി കേരളത്തിൽ ഒരു നദിയുമായി ബന്ധപ്പെട്ട തീർത്ഥാടനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ശബരിമലയാണ്.
ശബരിമലയിലും നിരവധിയായിട്ടുള്ള അന്യസംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ വരുന്നുണ്ട്. അവിടെ സ്നാനം നടത്തുന്നുണ്ട്. പല ആൾക്കാരും അവർ കൊണ്ടുവന്നിരുന്ന പല വസ്ത്രങ്ങളും പമ്പയിൽ ഒഴുക്കാറുമുണ്ട്. ഇത് പാടില്ല എന്ന രീതിയിലേക്കുള്ള പല നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അനുസരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ശുചീകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എങ്കിൽ പമ്പയിലും അത് നടക്കേണ്ടതാണ്. എന്നാൽ പമ്പയിലും കാലാകാലങ്ങളായിട്ടുള്ള പല പഠനങ്ങളിലും നേരത്തെ ഈ പറഞ്ഞിരുന്ന അതേ അളവിലുള്ള വെള്ളത്തിൽ 5000-ത്തിലധികമാണ് ഈ കോളി ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലധികം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയും ശ്രീജിത്ത് പണിക്കർ ജി കൃത്യമായിട്ടും കണക്കുകൾ ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഊളയ്ക്ക് ആകെ ആവശ്യമുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, ഒരു മാധ്യമ ശ്രദ്ധ വേണം. പിന്നെയോ പിണറായി വിജയന്റെ പ്രത്യേക ഒരു കടാക്ഷം വേണം. പിന്നെ ഞമ്മന്റെ അൽക്കോരളമാണല്ലോ, അൽക്കോരളമായതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിച്ചു നിർത്തണം. ആ സുഖിപ്പിക്കലിന് ഏറ്റവും പറ്റിയ ഒരു മുഹൂർത്തമാണ് ഈ കുംഭമേള. ഈ മുഹൂർത്തം ഇയാൾ ഇതിനു മുൻപ് ഇയാളുടെ പ്രൊഫൈലിലൂടെ കുംഭമേളയെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ ചിലപ്പോൾ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഊള എന്ന് പറയേണ്ടതുണ്ട്. കാരണം IM വിജയൻ അടക്കമുള്ള, പാപ്പച്ചൻ അടക്കമുള്ള, സത്യൻ അടക്കമുള്ള എത്രയോ പ്രഗത്ഭർ എത്തിപ്പെട്ട ഇന്ത്യൻ ടീമിൽ ഈ ഡാഷ് മോൻ എത്തിപ്പെട്ടത് എങ്ങനെയെന്നും, ഈ ഡാഷ് മോൻ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഈ ഇന്ത്യയിലുള്ള, ഭാരതത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഡാഷ് മോനെ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അറിയാൻ വേണ്ടി ഈ അമേദ്യം വാരി വലിച്ചെറിഞ്ഞ് അത് നാക്കുകൊണ്ട് നക്കി തിന്നുന്ന ഇവനെ മറ്റെന്ത് ഭാഷയിലാണ് വിളിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണ്. കാരണം ആരും കുംഭമേളയ്ക്ക് ആരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ പോയാൽ മതി. ഇപ്പൊ ഞാനായാലും എന്നെ കാണും നിങ്ങളായാലും ആരായാലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അത്തരത്തിൽ വേണമെന്നുണ്ട് എന്ന് കരുതി പോയാം ഈ ഡേഷ്മോൻ പറഞ്ഞ ഈ വാക്കിനെ ഇതേ ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ കുംഭമേളയിൽ പങ്കെടുത്ത ഒരു ഭക്തൻ, മഹാദേവന്റെ ഒരു വിശ്വാസി എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനാവില്ല. എന്തായാലും ഇവന് കൊടുക്കാനുള്ളത് മലയാളികൾ ഒന്നടങ്കം കൊടുക്കുന്നുണ്ട്, ഹൈന്ദവർ ഒന്നടങ്കം കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയും ഇവിടെയും പെടാതെ ഇവന്റെ പോലെ ജിഹാദികളുടെ അമേദ്യം തിന്ന് ഭക്ഷിച്ച് നടക്കുന്ന ഈ മാക്രികളുടെ, പിണറായി വിജയൻ അടക്കമുള്ളവന്മാരുടെ കാല് കഴുകി ആ വെള്ളം കുടിച്ച് മോന്തി നടക്കുന്ന, അതല്ലെങ്കിൽ അടിമ കൊങ്ങികളുടെ അടിമത്തത്തോടു കൂടി നടക്കുന്ന, നട്ടെല്ലില്ലാത്ത ഹിന്ദു എന്ന പേരിൽ മാത്രം ജീവിക്കുന്ന ആ ഡാഷ് മക്കളോട് ഒന്നും പറയാനില്ല. ആ ഡാഷ് മക്കളുടെ ഒരു പ്രതിനിധി ഇതല്ലാതെ എന്താണ് പറയുക എന്നൊരു വലിയ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.